എല്ലാവർക്കും ഇമാനുവൽസ് വേൾഡിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഫോൺ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഇനേബിൾ ചെയ്ത് വെക്കേണ്ട 7 സെറ്റിംഗ്സിനെ പറ്റിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ അധികം പരിചയമില്ലാത്ത ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തു എന്ന് വിചാരിക്കുക. ആൻഡ് നിങ്ങൾക്ക് ഇത്തിരി പേടിയുണ്ട്, അത് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ മൈക്രോഫോൺ ആക്സസ് ചെയ്യുന്നുണ്ടോ, ക്യാമറ ആക്സസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ നിങ്ങളുടെ സെറ്റിംഗ്സിൽ പോവുക, അവിടെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസിയിൽ പോവുക, അതിനവിടെ പെർമിഷൻസ് യൂസ് ഇൻ ലാസ്റ്റ് 24 hours അല്ലെങ്കിൽ പെർമിഷൻസ് യൂസ് ഇൻ ലാസ്റ്റ് ടൈം എന്നൊക്കെ കാണാനായിട്ട് പറ്റും. നിങ്ങളുടെ ഫോണിനകത്തുള്ള ആപ്പുകളെല്ലാം ഏതൊക്കെ പെർമിഷൻസ് ആണ്, ഏത് സമയത്താണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു ആപ്ലിക്കേഷൻ അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളപ്പോൾ തന്നെ അതിലുള്ള ആക്ഷൻസ് ചെയ്തോളൂ. നിങ്ങളുടെ ലോക്ക് സ്ക്രീനിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് കളയുക. യെസ് ചെയ്യാനോ അത് വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് ഫോൺ അൺലോക്ക് ചെയ്താൽ തന്നെ നമ്മുടെ ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ വേറെ ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഫോൺ എടുത്ത് അൺലോക്ക് ചെയ്താൽ ആ ഒരു മെസ്സേജ് വായിച്ച് നോക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സെറ്റിംഗ്സിൽ പോവുക, അവിടെ നോട്ടിഫിക്കേഷൻസിൽ പോയിട്ട് ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻസ് അങ്ങ് ഡിസേബിൾ ചെയ്ത് വെക്കുക. അടുത്തത് നിങ്ങൾ എമർജൻസി SOS ഫീച്ചേഴ്സ് ഒക്കെ എനേബിൾ ചെയ്ത് വെക്കുക. അത് വലിയ ഗുണമൊന്നുമില്ല, വലിയ ഉപകാരമൊന്നുമില്ലാത്ത ഫീച്ചറാണെന്ന് നിങ്ങൾ വിചാരിക്കുമെങ്കിലും ചില സമയത്ത് അതൊരു ലൈഫ് സേവറായി മാറിയേക്കാം. സോ ഇത്തരത്തിലുള്ള എമർജൻസി SOS ഫീച്ചേഴ്സ് എല്ലാം നിങ്ങളുടെ ഫോണിനകത്തുള്ള സെക്യൂരിറ്റി അല്ലെങ്കിൽ സേഫ്റ്റി സെക്ഷനകത്ത് നിങ്ങൾക്ക് എനേബിൾ ചെയ്ത് വെക്കാവുന്നതാണ്. അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വൈഫൈയുടെ സെറ്റിംഗ്സ് എടുക്കുക. അതിനുശേഷം അവിടെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് ഇന്റലിജന്റ് വൈഫൈ ചൂസ് ചെയ്യുക. അതിന് അവിടെ ടേൺ വൈഫൈ ഓൺ ഓർ ഓഫ് ഓട്ടോമാറ്റിക്കലി എന്നുള്ള ചൂസ് ചെയ്യുക. സോ അങ്ങനെ ചെയ്യുന്ന വഴി നിങ്ങളുടെ ഫോൺ വൈഫൈയുടെ സ്പീഡൊക്കെ സെൻസ് ചെയ്ത് ഏത് വൈഫൈ ആണ് ഏറ്റവും കൂടുതൽ സ്പീഡുള്ളത് അനുസരിച്ച് അതിലോട്ട് കണക്ട് ചെയ്യും. ആൻഡ് നിങ്ങൾ പുതിയൊരു ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് വേണ്ട പെർമിഷൻസ് മാത്രം ഇനേബിൾ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സിൽ ലൊക്കേഷൻ സർവീസസിനകത്ത് പോയി ഏതൊക്കെ ആപ്സിന് നിങ്ങൾ ഏതൊക്കെ പെർമിഷൻസ് ആണ് അലോ ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി എല്ലാം ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കാവുന്നതാണ്. സോ ആവശ്യമില്ലാത്ത ഏതെങ്കിലും ആപ്പ് ലൊക്കേഷൻ സർവീസ് ഉപയോഗിക്കുന്നുണ്ടോ നിങ്ങൾ ഓഫ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററി വളരെയധികം സേവ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ ബാറ്ററി ബാക്കപ്പ് വേണമെങ്കിൽ നിങ്ങളുടെ ഫോണിൽ സെറ്റിംഗ്സിൽ പോവുക, അതിനുശേഷം ബാറ്ററി എടുക്കുക. അതിൻ്റെ അകത്ത് 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത സമയത്ത് അഡാപ്റ്റീവ് പവർ സേവിംഗ് മോഡ് കാണാനായിട്ട് പറ്റും. സോ ഇത് എനേബിൾ ചെയ്യുന്ന വഴി നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ യൂസേജ് പാറ്റേൺസ് എല്ലാം മനസ്സിലാക്കി നിങ്ങളുടെ ബാറ്ററി ബാക്കപ്പ് കുറച്ചും കൂടെ കൂട്ടി തരുന്നതായിരിക്കും. സോ അത്രയേ ഉള്ളൂ. ഈ ഒരു 7 സെറ്റിംഗ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതായിരിക്കും ഗുഡ് ബൈ.